യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രാജാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിനും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതേ ഞാൻ ഇതിന് ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയല്ല നാറിൽ ചെയ്ത കർത്താവ്. പ്രിയ ദൈവം ഇതിലെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നീ കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നെങ്കിൽ ആ കർത്താവ് നമ്മെ കരത്തെ മുറുകെ പിടിച്ച് നമ്മെ എത്തിക്കേണ്ടടുത്ത് നിശ്ചയമായിട്ടും എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നിങ്ങളെ മാറ്റി നിർത്തിയവർ തന്നെ നിങ്ങളെ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പലരുടെ മുമ്പിൽ നിങ്ങൾ തള്ളപ്പെട്ടവരായിരിക്കാം, അവഗണിച്ചവരായിരിക്കാം, അവഗണന ഏറ്റവരായിരിക്കാം, പലയിടത്തുനിന്ന് നിങ്ങളെ മാറ്റി നിർത്തി കാണുമായിരിക്കാം. പക്ഷേ അതിനെ ഓർത്ത് നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് ഇരിക്കേണ്ട. സ്തോത്രം. നിങ്ങളെ നീക്കിക്കളഞ്ഞവർ, നിങ്ങളെ തള്ളിക്കളഞ്ഞവർ, നിങ്ങളെ അവഗണിച്ചവർ തന്നെ നിങ്ങളെ മുൻപന്തിയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ദിവസമുണ്ട്. അതിനായിട്ട് കാത്തിരിക്കുക. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിക്കാൻ പറഞ്ഞ കർത്താവിന്റെ വചനത്തിനെ അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധി താണിരിക്കുവാൻ തയ്യാറാകുന്നവയ്ക്ക് നിശ്ചയമായിട്ടും തക്ക സമയത്ത് ആ ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയായിത്തീരും. നിന്നെ നീക്കിക്കളഞ്ഞവർക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കി, നിന്നെ തലവനാക്കി ദൈവം നിന്നെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. നിന്റെ അവസ്ഥകളെ കർത്താവും മാറ്റും. അതേ സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. ഗിലെയാദിനായ യിഫ്താക്ക് പരാക്രമശാലിയെങ്കിലും വേശ്യപുത്രൻ ആയിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഗിലെയാദിനായ യിഫ്താക്ക് ഒരു പരാക്രമശാലി എന്ന തിരുവചനത്തിനകത്ത് വ്യക്തമായി കാണുന്നു. താൻ പരാക്രമശാലിയായിരുന്നുവെങ്കിലും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വേശ്യപുത്രനായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു കാരണത്താൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തന്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെ പ്രതിഭവനത്തിന് അവകാശം താൻ പ്രാപിക്കുകയില്ല. താൻ നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞവന്റെ നീക്കിക്കളഞ്ഞു. സ്വന്തം സഹോദരങ്ങള് തന്റെ സ്വന്തം ഭവനത്തിനകത്ത് അദ്ദേഹത്തിന് വസിക്കുവാൻ, അദ്ദേഹത്തിന് പാർക്കുവാൻ, വളരുവാൻ കഴിയാത്തവൻ തന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ യാതൊരു അവകാശവും നിനക്കില്ല എന്ന് പറഞ്ഞവന്റെ നീക്കിക്കളയുന്ന ഒരു അനുഭവം അവിടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. നീ ഞങ്ങളുടെ പ്രതിഭവനത്തിൽ അവകാശം പ്രാപിക്കല്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞവനെ നീക്കിക്കളഞ്ഞു. അവന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് അവനെ നീക്കിക്കളയുന്ന ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ അവിടെ ഉണ്ടാകുന്നു. യിഫ്താക്ക് നിരാശപ്പെട്ടു പോകുന്നില്ല, അധീരപ്പെട്ടു പോകുന്നില്ല. അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. യിഫ്താക്ക് തന്റെ സഹോദരനെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. നിസ്സാരമര ചിലർ യിഫ്താക്കിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. കുറെ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തപ്പോൾ ഒരു കുറച്ച് കാലം എന്ത് ചെയ്യുന്നു, യിഫ്താക്ക് അവിടെ ആ ഭവനത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു ടൈം കുറെ കാലം കഴിഞ്ഞ ശേഷം അമ്മോന്യർ എന്ത് ചെയ്യുന്നു, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരുന്നു. പ്രിയ ദൈവപൈതലേ സ്തോത്ര. അതെ, യിഫ്താക്ക് ഇപ്പോൾ നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. പക്ഷേ അമ്മോന്യർ എന്ത് ചെയ്യുന്നു, ഇസ്രായേലിനോട് യുദ്ധത്തിനായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താക്കിനെ തോബ് ദേശത്തുനിന്ന് കൊണ്ടുവരുവാനായിട്ട് ചെന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നത് തനിക്ക് യുദ്ധം ഇസ്രായേലിനോട് അമ്മോന്യർ യുദ്ധം ചെയ്ത
ഏത് സാഹചര്യത്തെ തങ്ങളെ വിടുവിക്കേണ്ടതിനായിട്ട്, തങ്ങളെ രക്ഷിക്കേണ്ടതിനായിട്ട് ആരെ തേടി വന്നു? നീക്കിക്കളഞ്ഞു. തന്റെ പ്രതിഭവനത്തിനകത്ത് അവകാശമില്ല എന്ന് പറഞ്ഞ് നീക്കിക്കളഞ്ഞ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു? ഇഫ്താഹിനെ തേടി വരുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. അവിടെ 6-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവർ ഇഫ്താഹിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ട നീ വന്ന് ഞങ്ങളുടെ സേനാധിപതി ആയിരിക്കുക എന്ന് പറഞ്ഞ് അവനെ ക്ഷണിക്കുവാനായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇഫ്താഹ് ഗിലെയാദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഇഫ്താഹിനോട് അമ്മോനോട് യുദ്ധം ചെയ്യേണ്ട നീ വന്ന് ഞങ്ങളോട് സേനാധിപതിയായിരിക്കുക. അവിടെ മോബ് ദേശത്തിലെ എന്ത് ചെയ്യുന്നു? ഗിലെയാദിലെ അവിടെ എന്ത് ചെയ്യുന്നു? മൂപ്പന്മാരാണ്, ഗിലെയാദിലെ മൂപ്പന്മാരാണ് എന്ത് ചെയ്തത്? ഇഫ്താഹിനെ കൊണ്ടുപോകാനായിട്ട്, കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു ടൈമിൽ അവരുടെ ഭവനത്തിനകത്ത് നിർത്താതെ മാറ്റി നിർത്തിയെങ്കിലും നമുക്ക് തിരുവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഗിലെയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബ് ദേശത്തേക്ക് എവിടെ നിന്ന് നീക്കിക്കളഞ്ഞു അവിടേക്ക് കൊണ്ടുപോകേണ്ടതിനായിട്ട് അവിടെയുള്ള മൂപ്പന്മാർ ഇഫ്താഹിനെ തേടി വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നിന്നെ ചിലയിടത്തുനിന്നൊക്കെ നീക്കിക്കളഞ്ഞു കാണുമായിരിക്കാം. അതോർത്ത് നീ ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. സ്തോത്ര. നിന്നെ തേടി വരുന്ന ഒരു ടൈം ഉണ്ട്. അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അതെ, തോബ് ദേശത്തേക്ക് കൊണ്ടുവരുക. ആ തോബ് ദേശത്ത് നിന്ന് അവനെ മാറ്റി നിർത്തിയത്, പക്ഷേ ആ തോബ് ദേശത്തിൽ തന്നെ അവനെ കൊണ്ട് എത്തിക്കേണ്ടതിനു വേണ്ടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ തിരഞ്ഞു വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. അവർ ഇഫ്താഹിനോട് പറയുന്നു, അമ്മോനോട് യുദ്ധം ചെയ്യേണ്ടത് നീ ഞങ്ങളുടെ സേനാധിപതിയായിരിക്കെ. സ്തോത്ര. വെറുതെ കൊണ്ടു പോകുവാനല്ല അവിടെ വന്നത്. അവർക്കൊക്കെയും സേനാധിപതിയായിരിക്കുക, അവനൊക്കെ തലവനായിട്ടിരിക്കുക. അവർക്ക് അമ്മോന്യരോട് യുദ്ധം ചെയ്ത് മുൻപന്തി നിന്ന് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ വിടുവിക്കേണ്ടതിനായിട്ട് തലവനായിട്ട് വയ്ക്കുവാനത്രേ അവരെ ആര് വന്നത്? അവിടെ ഗിലെയാത്തിലെ മൂപ്പന്മാർ വന്നതെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇഫ്താഹ് ഗിലെയാത്തിനോട്, നിങ്ങൾ എന്നെ പകച്ച്, ഇഫ്താഹ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ പകച്ച് പ്രതിഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്നൊരു ചോദ്യം ഇഫ്താഹ് അവിടെ ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരു ടൈം എന്നെ ഇവിടുന്ന് തള്ളിക്കളഞ്ഞു. എന്താ? പരസ്ത്രീയുടെ മകനെന്ന് പറഞ്ഞ് പ്രതിഭവനത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് നിങ്ങളിപ്പോ നിങ്ങൾക്കൊരു കഷ്ടം വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നെ സഹായിപ്പാനായിട്ട് വിളിക്കുവാനായിട്ട് കടന്നു വന്നു എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. നീ അല്പസമയം മറ്റുള്ള മുമ്പിൽ നിന്ദിക്കപ്പെട്ട വ്യക്തിയായി, അല്ലെങ്കിൽ നീക്കിക്കളഞ്ഞ വ്യക്തിയായിട്ട്, അവഗണിക്കപ്പെട്ട വ്യക്തിയായിട്ട് നീ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നെ തേടി വരുന്ന ഒരു ടൈമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ സ്തോത്രം മാറ്റി നിർത്തിയിടത്തേക്ക് നിന്നെ കൊണ്ട് എത്തിക്കേണ്ടതിനായിട്ട് ആരാണോ നിന്നെ മാറ്റി നിർത്തിയത് അവർ നിന്നെ തേടി വരുവാനായിട്ട് ഇടയായിത്തീരും. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഗിലെയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനോട്, നീ ഞങ്ങളോട് വന്ന് അമാന്യരോട് യുദ്ധം ചെയ്യുകയും ഗിലെയാദിലെ സകല നിവാസികൾക്ക് തലവനായിരിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. സ്തോത്രം. അവിടെ ഭവനത്തിനകത്ത് നിർത്തുവാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞ് കണ്ടതായ ഇഫ്താഹിനെ പറയുന്നത്, ഞങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നു? വന്ന് തലവനായിട്ടിരിക്കണം, അമ്മോന്യരോട് യുദ്ധം ചെയ്ത് നീ ഞങ്ങളെ വിടുവിക്കണം. ഇതെല്ലാം പറയുന്നുണ്ട്. പ്രിയ ദൈവത്തിലെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ചിലയിടത്ത് നിന്നെ അവഗണിച്ചുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ദൈവസ്ഥനെ കാത്തിരിക്കുവാൻ നീ തയ്യാറാക്കുന്നുവെക്ക് നിശ്ചയമായിട്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ തിരസ്കരിച്ചവർ, നിന്നെ നിന്ദിച്ചു കളഞ്ഞവർ, നിന്നെ പരിഹസിച്ചവർ, നിന്റെ വാക്കിന്, നിന്റെ സഹായത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഹായത്തിന് വേണ്ടി ഇഫ്താഹിന്റെ അടുക്കൽ വന്ന് അതേ ഗിലെയാദിലെ മൂപ്പന്മാരെ ദൈവം നിർത്തുവാനായിട്ട് ഇടയാക്കി തീർത്തുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരൊക്കെ ചില സഹായത്തിന് വേണ്ടി നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞവർ തന്നെ, സ്തോത്രം, നിന്റെ സഹായത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകുക. നീ കാത്തിരിക്കുവാൻ തയ്യാറാക്കുക. ദൈവത്തിന്റെ സന്നി പ്രാർത്ഥനയോടെ നീ കാത്തിരിക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു ടൈം ഉണ്ടാകും. സ്തോത്ര. അതെ, അവിടെ അവരുടെ വാക്കുകൾ കേട്ട് ഇഫ്താഹ് മാറിപ്പോകേണ്ടി വന്നുവെങ്കിൽ നമുക്ക് തിരിച്ചു കാണുവാൻ സാധിക്കുന്നു, ഇഫ്താഹ് എന്തു പറയുന്നു ആ വാക്കിലേക്ക് അനുസരിക്കുന്ന ഒരു മൂപ്പന്മാരെ അല്ലെങ്കിൽ ഗിലെയാദിലെ ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതെ, ജീവിതത്തിലെ ചരിത്രത്തെ തന്നെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ ചെന്ന് തലവനായിട്ട് ഇരിക്കുവാനായിട്ട്
അവരെ വിളിച്ചു. ഇഫ്താഖ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അമ്മോനോക്യരോട് യുദ്ധം ചെയ്യാം. ശരി, യുദ്ധം ചെയ്ത് ജയിച്ച് കടന്നു വരുമ്പോ നീ എന്നെ വീണ്ടും തലവനാക്കി വയ്ക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം തന്നെ സാക്ഷി എന്ന് പറഞ്ഞ് ഇഫ്താഖിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ഇഫ്താഖിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ്താഖ് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇഫ്താഖ് അവിടെ എത്തിയ ശേഷം നമുക്ക് കാണുന്നു, മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി തീർത്തു. അങ്ങനെ ആക്കി വെച്ചല്ലോ എന്ന് വിചാരിച്ച് തന്റെ ഇഷ്ടത്തിന് പോകുകയല്ല, അവിടെ നമുക്ക് മറിച്ചു കാണുവാനായിട്ട് സാധിക്കുന്നു. ഇഫ്താഖ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മുടെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുവാൻ നമുക്കൊരു സ്വർഗത്തിലെ പിതാവുണ്ട്. നിന്റെ സാഹചര്യങ്ങൾ എത്ര തന്നെ ആയിരുന്നാലും, അത് എവിടെയൊക്കെ നീ നിൽക്കേണ്ടി വന്നാല്, ആ സാഹചര്യങ്ങളിൽ ഉള്ളതുപോലെ നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് പറയുവാനായിട്ട് ഇടയായി തീരുക. നീ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് നിനക്ക് ആലോചന കർത്താവ് പറഞ്ഞു തരുവാനായിട്ട് ഇടയായി തീരുക. നിനക്ക് വേണ്ട ഗൈഡൻസ് കർത്താവ് തരുവാനായിട്ട് ഇടയായി തീരുക. ഇവിടെ ഇഫ്താഖ് നമുക്ക് ചെയ്യുന്ന കാര്യം കാണുവാൻ സാധിക്കും. തന്നെ നേതാവാക്കി, സേനാധിപതിയാക്കി, തലവനാക്കി വെച്ചെന്ന് പറഞ്ഞ് തന്റെ സ്വന്തം ഇഷ്ടത്തിൽ മുന്നോട്ട് പോകുകയല്ല, തന്റെ കാര്യങ്ങളൊക്കെ യഹോവയോട് നമ്മുടെ വചനത്തിൽ യഹോവയുടെ സന്നിധി തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര, ദൈവം ചില ഉയർച്ചകൾ തരുമ്പോ, ചില മാന്യതകൾ ദൈവം തരുമ്പോ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ കരത്തിൽ എല്ലാമായെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുകയല്ല, നിനക്ക് ചിലതിനകത്ത് പൂർണ്ണ ജയം പ്രാപിക്കണമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ മുന്നോട്ടുള്ള പാതകൾ എന്ത് ആണ് എന്ന് പറഞ്ഞു തരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ നിന്റെ കാര്യമൊക്കെയും പ്രസ്താവിക്കുവാനായിട്ട് ഇടയായി തീർന്ന അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇഫ്താഖ് ദൈവത്തിന്റെ സന്നിധി തന്റെ കാര്യമെല്ലാം പ്രസ്താവിക്കുവാനായിട്ട്, ബോധ്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അതേ സ്തോത്ര, അമ്മോനേക്യരുടെ രാജാക്കന്മാരുടെ അടുക്കിലേക്ക് പല പ്രാവശ്യമായിട്ട് ദൂതന്മാരെ അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവർ പല കാരണത്താൽ ഇഫ്താഖിന്റെ വാക്കിനെ അവർ അനുസരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇഫ്താഖ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കില്ല. ഇഫ്താഖ് ദൈവത്തിൽ നിന്ന് ഗൈഡൻസ് കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അമ്മോനേക്യരുടെ രാജാക്കന്മാരുടെ അടുക്കിലേക്ക് ദൂതനെ അയക്കുന്നത്. പക്ഷേ അതൊന്നും അവർ കൂട്ടാക്കാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവയുടെ ആത്മാവ് ഇഫ്താഖിന്റെ മേൽ വന്ന്, സ്തോത്രം, ദൈവ ശബ്ദത്തിന് വേണ്ടി വില കൊടുത്ത് ദൈവത്തിന്റെ കാര്യങ്ങളെ ബോധിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ദൈവപൈതന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി, ഒരു വിജയം നിന്നിൽ കൂടി തരേണ്ടതിനു വേണ്ടി, പ്രിയ ദൈവ പൈതലെ, നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പകർന്നു തരാ. വചനത്തിൽ കാണുന്നത് സൈന്യത്താലോ ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞ, സ്തോത്ര, ഹല്ലേലൂയ, നാം സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായി തീരുവാനായിട്ട് ഇടയത്തീരാ. ചില വെല്ലുവിളിക്കുന്ന സൈന്യത്തിന്റെ നേരെ നമുക്ക് പാഞ്ഞു ചെല്ലുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര, ഹല്ലേലൂയ. അതേ സ്തോത്രം, ഇവിടെ ഗിലെയാദിലുള്ള എല്ലാവരും ഭയപ്പെട്ടു, അവർക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് കഴിയാതെയാ. എന്ത് ചെയ്യുന്നു? സ്തോത്രം, ഇഫ്താഖിനെ വിളിച്ചു കൊണ്ടുവന്ന് ഇഫ്താഖ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യഹോവയുടെ ആത്മാവ് ഇഫ്താഖിന്മേൽ വന്നു. അവൻ ഗിലെയാദിലെ മനസ്സിൽ കൂടി കടന്നു, ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയിലെ മിസ്പയിൽ അമ്മോനയുടെ നേരെ ചെന്നു. ഇഫ്താഖ് യഹോവേ എന്നിട്ട് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇഫ്താഖ് ദൈവസ്ഥന് ഒരു നേർച്ച നേരിക്കുകയാണ്. എന്താണ്? സ്തോത്രം, തനിക്കറിയാം തന്റെ സ്വന്തം ശക്തി കൊണ്ടൊന്നും ഈ അമ്മോനേക്കിനെ ജയിച്ച് ഇസ്രായേലിന് ജയം കൊടുക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവസ്ഥന് ഒരു നേർച്ച നേരിക്കുകയാണ്. അതേ സ്തോത്രം, ഞാൻ ഇവരെ നിന്ന് ജയിച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ ആരാണ് എന്നെ എതിരേറ്റു വരുന്നത്, അവരെ ദൈവത്തിന് കൊടുക്കുമെന്ന്. ഒന്നാമത് ദൈവസ്ഥന്റെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്ന ഇഫ്താഖിനെ കാണുവാൻ സാധിക്കുന്നത്. രണ്ട്, അതേ തന്നെ ഒരു വിജയത്തിനു വേണ്ടി ദൈവസ്ഥനിൽ ദൈവവുമായിട്ട് ഒരു നേർച്ച, ഒരു ഉടമ്പടിയിലേക്ക് കയറുന്ന ഒരു ബന്ധത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇഫ്താഖ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അമ്മോനോക്യോട് യുദ്ധം ചെയ്യും. അവരുടെ നേരെ ചെന്നു, യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ.
പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ നീക്കിക്കളഞ്ഞവർ കാണുമായിരിക്കാം. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ഒന്നിനും കഴിവില്ല, നിന്നെ ഞങ്ങളെ കൂടെ നിർത്താനായിട്ട് യോഗ്യരല്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ കാണുമായിരിക്കും. പക്ഷേ നിന്നെ കൂടി ചിലർക്ക് വിജയത്തെ കൽപ്പിക്കേണ്ടതിനായിട്ട്, അത് ചിലതിന്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കേണ്ടതിനായിട്ട് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് ഇഫ്താഖിന്റെ ജീവിതത്തിൽ കൂടി കാണുവാൻ സാധിക്കുന്നു. ഇഫ്താഖിന്റെ കരത്തിലേക്ക് അമോനേക്കിനെ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുത്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവിടെയും ജയം കൊടുത്തു കഴിഞ്ഞപ്പോ ഇഫ്താഖ് മറന്നുപോയില്ല തന്റെ ദൈവത്തെ. താൻ എന്ത് ദൈവസേനയിൽ നേർച്ച നേർന്നോ ആ നേർച്ച ആ പ്രകാരം ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോ തന്റെ ഏക പുത്രിയാണ് താൻ കടന്നു മുന്നിൽ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ അത് പുത്രിയാണല്ലോ, വിലപിടിപ്പുള്ളതാണല്ലോ, എന്റെ ഏക മകളാണല്ലോ എന്ന് പറഞ്ഞ് ഇഫ്താഖ് മാറ്റിക്കളഞ്ഞില്ല. ദൈവസേനയെടുത്ത നേർച്ചയെ, തീരുമാനത്തെ നിവർത്തിക്കുവാന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാനായിട്ട് ദൈവസേനയിലേക്ക് അടുത്തു വരികയും നേർച്ചകൾ നേരുകയും ചെയ്യുക മാത്രമല്ല, ആ വിടുതലുകൾ ലഭിക്കുമ്പോൾ ഇഫ്താഖിനെ പോലെ അതേ സ്തോത്രം നീക്കിക്കളഞ്ഞവർ കൊണ്ടുവന്ന് നേതാവായി സേനാധിപതിയാക്കി സ്തോത്രം ഇഫ്താഖിനെ നിർത്തിയപ്പോഴും ദൈവത്തെ വിട്ടുകളഞ്ഞില്ല. ദൈവത്തോട് ആലോചന ചോദിച്ച് ഇഫ്താഖ് പോയി മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതെ, അമോലേക്കരെ രാജാവ് സ്തോത്രം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാ അത് എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകുകയല്ല, ആ നേർച്ചയെ നിവർത്തിക്കുന്ന ഇഫ്താഖിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇഫ്താഖ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ നീക്കിക്കളഞ്ഞവർ നിന്നെ മുൻപന്തിൽ കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. സ്തോത്ര. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും നെടുവീർപ്പുകളൊക്കെ കടന്നു വരിക. എന്നാൽ എന്നെ അവർ തള്ളിക്കളഞ്ഞല്ലോ, എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ എന്ന ചിന്തയൊക്കെ നമ്മളെ വളരെയധികം അലട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ദൈവത്തിന്റെ ശനി കാത്തിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ നീക്കിക്കളഞ്ഞവർ, നിന്നെ മാറ്റി നിർത്തിയവർ, നിന്നെ അവഗണിച്ചവർ നിന്നെ തേടി വരുന്ന ഒരു സമയമുണ്ട്. അതെ, നിന്റെ വാക്കുകൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. നിന്നെ ചിലതിന് അധിപതിയാക്കി നിർത്തുവാന്ന ഒരു സമയമുണ്ട്. നിന്നെ സേനാധിപതിയാക്കി നിർത്തുന്ന ഒരു സമയമുണ്ട്. സ്തോത്ര. നീ ഭാരപ്പെടേണ്ട, കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. നീക്കിക്കളഞ്ഞതിന് വേദന അനുഭവിച്ച് നടക്കുന്നവരാണോ? അതേ സ്തോത്രം. ഹല്ലേലൂയ. കൂടെ നിർത്തേണ്ടവരെ മാറ്റി നിർത്തിയല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടുന്നവരാണോ? ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക. സ്തോത്രം. ഇഫ്താഖിന്റെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ സ്തോത്രം. അമോനേക്കരോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ അതെ രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും ഇസ്രായേലെ 6 സംവത്സരം ന്യായാധിപനാക്കി നിർത്തി. ആ പട്ടണത്തിൽ, ആ ഭവനത്തിനകത്ത്, പ്രതിഭവനത്തിനകത്ത് നിൽപ്പാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ 6 സംവത്സരം ന്യായാധിപനായിരുന്നു. ന്യായപാലനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ചില വേദനകളെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ നിന്ദകളെ മാറ്റിക്കളയുന്ന ഒരു ദൈവമുണ്ട്. അതേ സ്തോത്ര. അകച്ചിര്യങ്ങളെ മാറ്റി വിടുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തെ സാഹചര്യങ്ങൾ ഇതാണല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, നെടുവേർപ്പെടേണ്ട. നിന്നെ തള്ളിക്കളഞ്ഞവർ തന്നെ, നിന്നെ നീക്കിക്കളഞ്ഞവർ തന്നെ നിന്നെ തേടി വരുന്നൊരു ടൈമുണ്ട്. തേടി വന്നിട്ട് ഞങ്ങളുടെ മുൻപന്തിയിലായിരിക്കണം, ഞങ്ങളുടെ തലവനാകണം എന്ന് പറഞ്ഞ് നിന്നെ മുൻപന്തിയിലേക്ക് തള്ളിവിടുവാനായിട്ട് എത്തുക. അത് എവിടെ നിന്ന് നീക്കിക്കളഞ്ഞോ ആ പൊസിഷനിലേക്ക് നിന്നെ തള്ളിവിടുവാൻ ദൈവം ചിലതിനെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അവിടെ നീ കർത്താവിന്റെ സനയിൽ ഭാരപ്പെടാതെ നീ ഉറപ്പോടെ നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് ഹല്ലേലൂയ ചില വിജയങ്ങളെ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി തീരാ. നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് ഒരു ജയത്തിനു വേണ്ടി, അവരുടെ സഹായത്തിനു വേണ്ടി, അവരുടെ കഷ്ടതകൾക്ക് സ്തോത്ര സഹായനായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീരാ. ആരാണോ നിന്നെ പകച്ചത്, ആരാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, അവരുടെ കഷ്ടത്തിൽ ഒരു വിടുതലിനായിട്ട് ഹല്ലേലൂയ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയാ? അതേ സ്തോത്രം. ചിലരൊക്കെ തള്ളിക്കളഞ്ഞു, വേദനയുണ്ട്, ശരിയാ, പക്ഷേ നീ ഭാരപ്പെടേണ്ട. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരാ. ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചില പദവികൾ, ചില പൊസിഷനുകൾ തന്ന് ഹല്ലേലൂയ ദൈവം നിന്നെ ആദരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ നീക്കിക്കളഞ്ഞവർ തന്നെ നിന്നെ മുൻപന്തിൽ കൊണ്ടുവന്ന് നിർത്തത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മധ്യത്തിൽ കർത്താവേ, അപ്പൊ അവർ തന്നെ മുൻപന്തിയിലേക്ക് നീക്കി തള്ളിവിടുന്ന ഒരു അനുഭവത്തിലേക്ക് തന്റെ ജനം ആരെങ്കിലും അതിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവയ്ക്ക് പരിശുദ്ധാത്മ വരെ കൊണ്ടുവരുമാറാണ്. മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ നാമത്തെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. അപ്പൊ ആ തള്ളിക്കളഞ്ഞതിന്റെ വേദന അനുഭവിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന തന്റെ ജനത്തിന്റെ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുക തന്റെ ജനത്തിന് ബലവും ശക്തി കൃപയും ഈ പ്രഭാതത്തിൽ ദൈവം കൈമാറ്റം ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെടുവാൻ ഇടയാക്കരുത്, ആകുലപ്പെടുവാൻ ഇടയാക്കരുത്. ബലത്തോട് ശക്തിയോട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് കൃപയും ശക്തിയും ദൈവം കൊടുക്കണമേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.